ഓഫീസിൽ വരുമ്പോൾ ഞാൻ ചായക്കും കാപ്പിക്കും മധുരം കൊടുക്കാറില്ലായിരുന്നു. അത്യാവശ്യം മധുരം വേണ്ട ഒരു മധുരം പോകലിട്ട് കൊണ്ടുവരണം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വറി ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആ വറി മാറ്റി വെച്ചിട്ട് പ്ലീസ് സ്പെൻഡ് യുവർ എനർജി ഇൻ ട്രൈങ് ടു research more on the condition that you have. Research more on what lifestyle changes you can make. പ്രതിരോധം ക്യാൻസർ വരാതിരിക്കാൻ എന്ത് ചെയ്യാം? അലക്കാസ് ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുകളിൽ ഏറെ സ്നേഹത്തോടെ കരുതലോടെ അതിനെല്ലാം നേതൃത്വം നൽകുന്ന ശ്രീ ജോയ് അലക്കാസിനെ സാദരം സസ്നേഹം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യ മേയർ ഡോക്ടർ ലിജി ജിസ്കി, ക്യാൻസർ രോഗവിദഗ്ധ ഡോക്ടർ ചിത്രധാര, പ്രശസ്ത ചലച്ചിത്രകാരൻ മമത മോഹൻദാസ്, അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ്, മിഷൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ CEO ഡോക്ടർ ബെന്നി ജോസഫ്, സദസ്സിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ടവരെ, ലോക അർബുദ ദിനമായെന്ന് ജോയ് അലുക്കാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ക്യാൻസർ മൂലം ദുരിതം അനുഭവിക്കുന്ന 1000 ക്യാൻസർ രോഗികൾക്ക് ചികിത്സ നൽകുന്ന കർമ്മ പദ്ധതിയാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ക്യാൻസർ. ക്യാൻസർ എന്നത് ഒരു വിധിയല്ല, ശരിയായ അവബോധം, രോഗനിർണയം, ഉചിതമായ ചികിത്സ, കൂടാതെ മാനസിക പിന്തുണ എന്നിവയിലൂടെ ഈ രോഗാവസ്ഥയെ വിജയകരമായി പോരിടാൻ നമുക്ക് സാധിക്കും. ക്യാൻസർ എന്ന രോഗം ഒരു വ്യക്തിയെ മാത്രമല്ല, ആ കുടുംബത്തെ മുഴുവനായും ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ചികിത്സയിലുണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യത പലപ്പോഴും സാധാരണക്കാരായ രോഗികളെ വലിയ രീതിയിൽ തളർത്താറുണ്ട്. എന്നാൽ അവർക്കൊരു കൈത്താങ്ങായി, ചെറിയൊരു ആശ്വാസമായി ജോയ് അലുക്കാസ് ഫൗണ്ടേഷൻ ഈ കൊല്ലം ചരിത്രപരമായ ഒരു പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കേരളത്തിൽ ഉടനീളം ക്യാൻസർ ദുരിതം അനുഭവിക്കുന്ന ഏറ്റവും അർഹതപ്പെട്ട 1000 ക്യാൻസർ രോഗികൾക്ക് 20,000 രൂപ എന്ന കണക്കിൽ 2 കോടി CSR പദ്ധതിയിലാണ് നടപ്പാക്കുന്നത്. ജോയ് അലുക്കാസ് ഫൗണ്ടേഷൻ്റെ CSR പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, മറ്റു വിവിധ തലങ്ങളിൽ സജീവമായി നിലനിന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളതാണ്. ഭവനരഹിതർക്കായി 500-ൽ പരം ഭവനങ്ങൾ ജോയ് അലുക്കാസ് ഫൗണ്ടേഷൻ ഇതുവരെ രാജ്യത്തിൻ്റെ പല ഇടങ്ങളിലായി നിർമ്മിച്ചു നൽകി. ജോയ് ഹോം എന്ന പേരുള്ള ഈ പദ്ധതി ഇന്നും നിലനിന്നു വരുന്നു. സീനിയർ സിറ്റിസൺസിനായി ഒരു ചെറിയാസ്റ്റിക് സെൻറ്റർ എന്ന ആശയം മുന്നിൽ കണ്ട് ജോയ് അലുക്കാസ് ഫൗണ്ടേഷൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ഇവിടെ തൃശ്ശൂരിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവരം കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. എല്ലാവിധ മെഡിക്കൽ ഫെസിലിറ്റിയോട് കൂടിയ ഈ ബഹുതല കെട്ടിടമാണ് വരും ദിവസങ്ങളിൽ ഈ നാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്നേ ദിവസം അനുസൃതമായ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗത്തിനെതിരെയുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ടും പ്രതിരോധം നിർമ്മിച്ചുകൊണ്ടും നമുക്ക് ഒരുമിച്ച് ഒന്നായി ഇതിനെ ചേർത്ത് നിൽക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഡോക്ടർ ചിത്രധാര നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്യാൻസറിനെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി. പ്രശസ്ത ക്യാൻസർ ഡോക്ടർ ഗംഗാധരൻ്റെ വൈഫാണ് ഡോക്ടർ ചിത്രധാര. പലർക്കത് അറിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും
അത്യാവശ്യം കുറച്ച് എക്സസൈസ് ചെയ്യുക, ഷുഗറിന് മരുന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിൽ കൂടുതൽ മരുന്ന്. എൻ്റെ ഓഫീസിൽ വരുമ്പോൾ ഞാൻ ചായക്കും കാപ്പിക്കും മധുരം കൊടുക്കാറില്ലായിരുന്നു. അപ്പം അത്യാവശ്യം മധുരം വേണ്ട, ഒരു മധുരം പോകലിട്ട് കൊണ്ടുവരണം. അപ്പം എൻ്റെ എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ ഞാൻ അത്രയും ശുഷ്കാന്തിയുള്ള ആളാണ്. എനിക്ക് മോർ ദൻ 11,000 എംപ്ലോയീസ് ഉണ്ട്. ഞാൻ അവരുടെ ഫുഡിൻ്റെ കാര്യത്തിലും അവരുടെ എക്സസൈസിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ എംപ്ലോയീസാണ് എൻ്റെ സ്ട്രെങ്ത്ത്. അപ്പോൾ അവരുടെ ആരോഗ്യം കമ്പനിയുടെയും കൂടി ആരോഗ്യമാണ്. കൂടിയിരിക്കുന്ന എല്ലാവരും ഡോക്ടർ പറഞ്ഞ പോലെ ഷുഗർ വരാതിരിക്കാനും അല്ലെങ്കിൽ ഡയബറ്റിക്സിനെ ചേർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, ചെറുതായിട്ട് ഭക്ഷണം കഴിക്കുക, ആരോഗ്യം നന്നാവട്ടെ. ഈ കൊറോണോസ്കോപ്പി അങ്ങനെയുള്ള പല കാര്യങ്ങളും മുൻകൂർ ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഇനി വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷനാണ് വേണ്ടത്. വന്നു കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാനായിട്ട്. താങ്ക് യു. ഇനി നമ്മൾ ഈ ചടങ്ങിന്റെ ഒരു ഔപചാരികമായ ആരംഭത്തിലേക്ക് പോവുകയാണ്. വിളക്ക് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ആരംഭിക്കുന്നത്. അതിനായി എല്ലാ വിശിഷ്ട വ്യക്തികളെയും ദീപത്തിന്റെ അടുത്തേക്ക് സസ്നേഹം ക്ഷണിക്കുന്നു. അവനവനിലുള്ള വിശ്വാസം, ഒപ്പം ജീവിക്കാനുള്ള ഒരു അഭിവാഞ്ച, അതിനോടൊപ്പം മുകളിൽ നിന്നുള്ള ആ ഒരു ജോളി മാം ഇവിടെ സൂചിപ്പിച്ച കൃപ, ഇത് മൂന്നും ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് ഒരാളുടെ ആരോഗ്യം അത് തൽസ്ഥിതിയിലേക്ക് തിരികെ എത്തുന്നത്. We are seeking the divine blessings today, not just for those present on stage, for everybody present here. We wish good health and great energy for everybody present in this hall and everybody in the world. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഓരോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ദീപം തെളിയുന്നത്. ഭീമമായ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ക്യാൻസർ ചികിത്സയിൽ നിർധനരായ രോഗികൾക്ക് ഒരു കൈത്താങ്ങാവുകയാണ് തീർച്ചയായും ഈ പദ്ധതിയുടെ ഉദ്ദേശം. പക്ഷേ ഇതൊരു തുടക്കമാണ്. ആ തുടക്കത്തിനാണ് ഇന്നിവിടെ തിരിതെളിയുന്നത്. And today on this stage he is being honored. ഒരു പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം ഒരു സ്നേഹോപഹാരവും ജോയാലുക്കാസ് ഫൗണ്ടേഷന് വകയായി നൽകുന്നു. In the presence of all the dignitaries on stage. അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ളത് ഏറെ സന്തോഷം. ശ്രീമതി ആൽഫി ജോസ്, ശ്രീ പി ജോസ്. ജോയ് സർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, കൂടെ ജോലി ചെയ്യുന്നവരാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന്. ആ ശക്തിയുടെ ഒരു മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ വേദിയിലുള്ളത്. Heartfelt gratitude from everyone at Joyalukas Foundation and everyone present here for the invaluable services that you have given us.
നന്ദി ജോസിത, ആൻഡ് താങ്ക് യു ശ്രീമതി ആൽഫി ജോസ്. അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു യോദ്ധാവാണ്, ഒരു ജേതാവാണ്. ഒരു 24 വയസ്സുള്ളപ്പോൾ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും നല്ലൊരു സമയത്ത് നിൽക്കുമ്പോഴാണ് ക്യാൻസർ ഈ പോരാളിയുടെ മുന്നിൽ ആദ്യം വരുന്നത്. അതുമുതൽ ജീവിക്കാനുള്ള അഭിവാഞ്ച കൈമുതലാക്കി അതിനോട് പടവെട്ടി ഈ വേദിയിൽ വരെ വന്നിരിക്കുന്ന ഈ വ്യക്തി, ഷീ ഈസ് എ ബീക്കൺ ഓഫ് റെസിലിയൻസ്, എ സിംബൽ ഓഫ് ഹോപ്പ് ഫോർ ഓൾ ഓഫ് us. Presenting to you Ms. Mamta Mohandas. Hi everyone, very good evening. ഒരു strum of guitar കേട്ടല്ലോ. Good evening everyone, സുഖാണോ? Very happy to be here. ഇന്ന് World Cancer Day ആണ്. ആദ്യം തന്നെ നന്ദി പറയേണ്ടത് is to our very favorite, very respected Sri Joy Alukas and his best half, Srimati Jolly Alukas. And a very good evening to all the other respected dignitaries who are sitting here today, and to all of you, of course. Thanks for having me. ഇന്നൊരു വളരെ നല്ലൊരു പദ്ധതിയാണ് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്തതും. It is a day to pay forward, to give back. ഞാൻ എന്നും പറയും, ക്യാൻസറിന് ഒരു പ്രത്യേക ദിവസമൊന്നുമില്ല, ആർക്കും ഏത് നിമിഷം എന്തും സംഭവിക്കാം. ആൻഡ് വി ഓൾ നോ, ഇപ്പം വളരെ കോമൺ ആയിട്ട് പറയാണ്, ലൈഫ് ഇസ് വെരി ഷോർട്ട് അല്ലേ. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ റിഗാർഡ്ലെസ്. നിങ്ങൾ വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും, ക്യാൻസറിനല്ല ഏത് ടെർമിനൽ രോഗവും ആർക്ക് വേണമെങ്കിലും എപ്പോഴും സംഭവിക്കാം. ക്യാൻസറിനെ കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഓപ്ഷൻസ് ആൻഡ് പ്രിവെന്റീവ് ക്യാൻസറിനെ കുറിച്ചൊക്കെ ഡോക്ടർ ചിത്ര താര ഓൾറെഡി സ്പോക്ക് ഇൻ ഡീറ്റെയിൽ. അപ്പം ഞാൻ പറയേണ്ട 3/4 ഭാഗം സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി. അതിനുശേഷം ഒരു ചെറിയ തുമ്പ് ബാക്കിയുണ്ടായിരുന്നു, വിച്ച് വാസ് അബൌട്ട് ലിവിങ് സ്ട്രെസ് ഫ്രീ. അത് ഡോക്ടർ നിജി കൊണ്ടുപോയി. സോ ഇനിയിപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല ബാക്കി. ബട്ട് ഐ ഡു വാണ്ട് ടു എംഫസൈസ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഇപ്പം പറയില്ലേ എൻഡോർഫിൻസിന്റെ കാര്യം, ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ വെരി വെരി റിയൽ തിങ്. ആൻഡ് ഞാനത് പറയാൻ കാരണം ഞാനതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ്. ഞാൻ ഒരുപാട് വേദിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് 24ാമത്തെ വയസ്സിൽ ഡയഗ്നോസ് ആയത്. സോ യു കെൻ ഇമാജിൻ ഹൗ മെനി പ്ലേസസ് ഞാനിപ്പോൾ പോയിട്ട് ഈ സ്റ്റോറി പറഞ്ഞു കാണുന്നു. 1000കണക്കിന് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഈ കഥ പറഞ്ഞു ബോറടിക്കും എനിക്കും. ബട്ട് എന്നാലും ഒരു പുതിയൊരു ലൈഫ് ടച്ച് ചെയ്യുന്നത്, എസ്പെഷ്യലി വെൻ ദേ ആർ സഫറിങ്, ട്രസ്റ്റ് മീ, ദർ ഇസ് നത്തിങ് ലൈക്ക് going to them. If you're a caregiver who can go and crack a joke instead of worrying for them. ഞാൻ എപ്പോഴും കെയർ ഗിവേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, പോയിട്ട് പ്ലീസ് അവരുടെ അടുത്ത് ഒരു സങ്കടത്തോടെ നോക്കല്ലേ, സഹതാപത്തോടെ നോക്കല്ലേ. കാരണം അത് ഒരിക്കലും അവരെ സെർവ് ചെയ്യില്ല. ഒരു പോസിറ്റീവ് എൻവയൺമെന്റ്, ഒരു നിമിഷത്തിന് പോകുന്നതാണെങ്കിലും ഒരു വിസിറ്റ് ആണെങ്കിലും, ക്യാരി എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ബിക്കോസ് ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഫോർ ദം. അവരുടെ ബേർഡൻ ആഡ് ചെയ്യാനല്ലല്ലോ നിങ്ങൾ പോകേണ്ടത്, അവരുടെ ബേർഡൻ ലൈറ്റൻ ചെയ്യാനല്ലേ. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് നമുക്ക് കൾച്ചറലി നമ്മുടെ ഉള്ളിൽ വളരെ ഇൻവൈബ്ഡ് ആൻഡ് ഇൻഗ്രെയിൻഡ് ആണ് വറിയിങ് ഫോർ ദ പീപ്പിൾ ദാറ്റ് വി കെയർ ആൻഡ് വി ലവ്. ബട്ട് കീപ് യുവർ വറി aside when you go to meet someone who's fighting a huge battle that probably you will not understand. So that is one thing. When it comes to care, preventive എന്ന് പറഞ്ഞു, of course things like ഇപ്പോൾ വാക്സിനേഷൻ ദാറ്റ് ഇസ് ഗോണ കം ഇൻ ദ ഫ്യൂച്ചർ ഫോർ, അതൊരു അംബ്രല്ല ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ, വൺ വാക്സിനേഷൻ ഫോർ ഓൾ ക്യാൻസേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും കുറേ റിസർച്ച് സ്റ്റേജിൽ തന്നെയാണ് അത് ഇരിക്കുന്നത്. As far as I know and I have experienced, immunotherapyയും ടാർഗറ്റഡ് തെറപ്പിയും കറന്റ് ട്രീറ്റ്മെന്റ്സിൽ വളരെ പ്രോമിസിങ് റിസൾട്ട്സ് കൊണ്ടുവരുന്നുണ്ട്. You can actually get your life. I'm not saying that immunotherapy also has reached a place where it can guarantee cure. Cure must ആയി എന്തായാലും 100% ഇതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെ എഴുതിയിട്ടുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന വേറൊരു കാര്യം, see, it is not the number of years in your life that actually matters. And ഇതിന് ക്യാൻസർ വരണമെന്നില്ല. It is the life in your years that matter. We all know it. Correct? അപ്പം ആ ഗ്രേസ് ക്യാരി ചെയ്തുകൊണ്ടും ആ ഒരു സ്പിരിറ്റ് ക്യാരി ചെയ്തുകൊണ്ടും ഏത് ബുദ്ധിമുട്ടുള്ളൊരു സന്ദർഭവും നമുക്ക് നേരിടാൻ പറ്റും
എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആ വിശ്വാസം ഇനിയും ഉറപ്പിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വറി ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആ വറി മാറ്റി വെച്ചിട്ട് പ്ലീസ് സ്പെൻഡ് യുവർ എനർജി ഇൻ ട്രൈങ് ടു research more on the condition that you have. Research more on what lifestyle changes you can make. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുമ്പം ഇതിൻ്റെ അടിസ്ഥാനം ബേസിക്കലി ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കണ്ട anything that points to reducing the inflammation in your body. Inflammation can be caused by toxic environments, bad food, bad habits, bad routines. You won't believe it, even bad emotions and bad thoughts. Idellam causes inflammation in the body. Inflammation കൂടുമ്പോഴാണ് സ്ട്രെസ്സിൻ്റെ ഇൻഡിക്കേഷൻ കൂടുന്നതും and that environment becomes a perfect place for disease to breed. ഇതുകൊണ്ടാണ് ഇന്നത്തെ കാലം യോഗ, മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസസ്. ഫിസിക്കലി അധ്വാനിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ചെയറിൽ ഇരുന്നിട്ട് അതേ ഇഫക്റ്റ് വിത്ത് ഭസ്ത്രിക, with deep breathing, with fast and rapid breathing, pranayama, you can achieve the same result, very similar results. So read more on this. When I was 24 and I was diagnosed with cancer, trust me, and the type of cancer, which was Hodgkin's lymphoma, it's cancer of the lymph nodes. ഈ ഹോഡ്ജ്കിൻസ് ലിംഫോമയെ കുറിച്ച് ഒരു ഇൻഫർമേഷനും ഓൺലൈൻ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അന്നത്തെ ഇന്റർനെറ്റ് GPRS ആയിരുന്നു. എത്ര ലോഡ് ചെയ്ത് റീലോഡ് ചെയ്താലും it'll take ages for it to come. So imagine the amount of worry and the anxiety, and I know nothing about what I'm going to നേരിടാൻ. എൻ്റെ പേരൻസിനും ഒരു ഐഡിയ ഇല്ല, എല്ലാവരും ലുക്കിംഗ് അപ്പാണ്. അപ്പോൾ എൻ്റെ ക്യാൻസറിൻ്റെ ടൈപ്പിന് തന്നെ ഒരു റിസർച്ച് സ്റ്റഡി കഴിഞ്ഞിട്ട് ഒരു ഡ്രഗ് പുറത്തേക്ക്, ഒരു പുതിയൊരു ഡ്രഗ് പുറത്തേക്ക് വരുന്നത് 40 വർഷത്തിൻ്റെ റിസർച്ചിന് ശേഷമാണ്. ആൻഡ് ഇൻഫാക്ട് ആ പെർട്ടിക്കുലർ ഞാൻ UCLA പോയിട്ട് ഒരു ക്ലിനിക്കൽ സ്റ്റഡീൻ്റെ ഭാഗമായി 2014 എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഫെയിൽ ആയപ്പോൾ അതൊരു മിറക്കിളായിരുന്നു. അതൊരു ലോങ് സ്റ്റോറിയാണ്, ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ് ഹിയർ. ബട്ട് ആ പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ്, ആ പെർട്ടിക്കുലർ ഡ്രഗ് അപ്പാരൻ്റ്ലി അതിൻ്റെ റിസർച്ച് ആദ്യമായി തുടങ്ങിയത് വർഷം 1984 ഞാൻ ജനിച്ച വർഷം. അപ്പം സംടൈംസ് ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത്രയും കാലം എൻ്റെ കൂടെ തന്നെ എങ്ങനെയോ ആ ഡ്രഗിൻ്റെ റിസർച്ച് വാസ് ഓൾസോ മൂവിങ് ഫോർവേഡ് ആൻഡ് സംഹൗ ഐ വാസ് ഡെസ്റ്റിൻഡ് ടു റിസീവ് ഇറ്റ്. ആൻഡ് ആ ഡ്രഗ് കാരണം മാത്രമാണ് I was able to get a promising extension of life, and I'm here before you today. ഇനി നമ്മളോട് സംസാരിക്കാനായി വിത്ത് യുവർ പെർമിഷൻ സർ, സദസ്സിൽ നിന്നും ഞാൻ ഒരാളിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഔസേപ്പച്ചൻ സർ ഒന്ന് വേദിയിലെത്തി ഞങ്ങളോട് 2 വാക്ക് സംസാരിക്കാം. ഹാർട്ടി വെൽക്കം. എല്ലാ സ്നേഹമുള്ളവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നു നിൽക്കുന്നതിലുള്ളൊരു ചെറിയൊരു കോമഡി നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഇടയാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ കയറിയത്. കാരണം ഇത്രയും മനോഹരമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചറിവുള്ളവർ, അനുഭവത്തിൽ നിന്ന് മമതയൊക്കെ ഇവിടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. കൂട്ടിച്ചേർക്കാൻ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ പോലും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാൻ ഇതിൽ നിന്ന് അപ്പുറത്ത് വ്യത്യസ്തമായി ഇവർ പറഞ്ഞ് ഞാൻ പറയുന്നതിൽ കാര്യമില്ല. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പ്രതിരോധം, ക്യാൻസർ വരാതിരിക്കാൻ എന്ത് ചെയ്യാം? സാധാരണ രീതിയിൽ അത് ഇവിടെ പറഞ്ഞു, ഭക്ഷണ രീതി, നമ്മുടെ ജീവിതശൈലി, നമ്മൾ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുക, അങ്ങനെ ഒരുപാട്, അതെല്ലാം കറക്റ്റാണ്. അത് ക്യാൻസറിന് മാത്രമൊന്നുമല്ല, നമ്മുടെ ശരീരം മൊത്തം ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് അത് വളരെ ആവശ്യമാണ്. പക്ഷെ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾക്ക്. ഞാനിവിടെ കേട്ടറിവല്ല പറയുന്നത് കേട്ടോ, സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് കേട്ടോളൂ, ശ്രമിച്ചോളൂ, നിങ്ങൾക്കും സാധിക്കും. ഈ ലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും ശക്തിയുള്ള ഒരു സാധനം എന്താണെന്നറിയോ? അത് നമ്മുടെ മനസ്സാണ്. അതിനേക്കാൾ ഒരു ശക്തിയും അതിനേക്കാൾ അപ്പുറത്ത് ഒന്നുമില്ല, നമ്മുടെ മനസ്സാണ്. പക്ഷേ മനസ്സിന്റെ ശക്തി നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല. നമ്മൾ സാധാരണക്കാരൻ, മനസ്സിന് ശക്തിയുണ്ടോ? അതെവിടെയാണ്? മനസ്സ് നമുക്ക് കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല. വി ക്യാൻ ഫീൽ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ,
അതിലെല്ലാം നമ്മുടെ മനസ്സിലൂടെയാണ് നമ്മളതെല്ലാം കാണുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്ത് ചെയ്തില്ല, ഞാൻ മ്യൂസിക് ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ്. അത് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പാടുമ്പോൾ അത് സംഗീതമായിട്ട് പുറത്തു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ മനസ്സിന് ശക്തി ഉണ്ടാവണം. അപ്പൊ അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ, യോഗ, ഇതെല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഞാൻ മരുന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. കാരണം അസുഖം വരാതിരിക്കാൻ ഈ 70 വയസ്സ് വരെ ഞാൻ എൻ്റെ ശൈലി കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാം, ഇത് നമ്മളുടെ ജീവിത ശൈലി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് അത്ര വലിയ സംഭവം, നമ്മൾ അശ്രദ്ധ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ അസുഖം വരാനും, കോവിഡ് മാത്രം ഒന്ന് തൊട്ട് തലോടിപ്പോയി, അതെനിക്കൊന്നും പറയാൻ പറ്റില്ല. മറ്റസുഖങ്ങൾ വരുമ്പോഴേക്കും അതേ റൂട്ടിൽ അങ്ങനെ തന്നെ തിരിച്ച് യൂട്ടേൺ എടുത്ത് പോകാനാണ് പതിവ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ജീവിത ശൈലി. ഞാൻ ഒരു 30 വയസ്സ് മുതൽ 25 വയസ്സ് മുതലേ ഡെയിലി മിനിമം 5 കിലോമീറ്ററായി, പിന്നെ 6ആയി, പിന്നെ 8ആയി, പിന്നെ 10ആയി. ഇപ്പൊ 12 മുതൽ 16 കിലോമീറ്റർ വരെ നടക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്, ഇതെന്ത് ഈ കാലത്തായിട്ട് വൈകുന്നേരം വരെ നടക്കാനേ നേരുള്ളൂ. ഇല്ല, കാലത്തൊരു 4-5 മണിക്കൂർ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കത്തില്ല. എന്ത് പറയുമ്പോഴും സംസാരിക്കുമ്പോഴും മ്യൂസിക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ ഞാൻ പതുക്കെ നടന്നുകൊണ്ടേയിരിക്കും. അവസാനം വാച്ചിൽ നോക്കുമ്പോൾ 12-ന് മേലെ പോയാൽ ഐ വിൽ ബി ഹാപ്പി. അപ്പം അതൊരു കാര്യം. പിന്നെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് സംഗീതത്തിൽ എങ്ങനെയാണെന്ന് പറയാം. നമ്മളൊരു നല്ല അറ്റ്മോസ്ഫിയർ, നല്ലൊരു സംഗീതം നമ്മൾ കേട്ടാൽ സാധാരണ ആർക്കും മനസ്സിലാവും. സംഗീതം കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നതല്ലേ ഉള്ളൂ. സന്തോഷം തോന്നുന്നതിനൊപ്പം നമ്മളുടെ ഫുൾ ശരീരത്തിൽ നമുക്കപ്പോഴും ടെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ അറിയാം എന്താ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അതുണ്ടാക്കുന്ന റിലാക്സേഷൻ, അത് നമ്മൾ ഒരു മരുന്ന് കഴിച്ചാൽ അത്രയും വലിയ റിലാക്സേഷൻ കിട്ടില്ല. സംഗീതം മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന ഏത് കാര്യങ്ങൾ ചെയ്താലും, ഏത് അറ്റ്മോസ്ഫിയറിൽ നിന്നാലും നമുക്കത് സാധിക്കും. അപ്പം അതെല്ലാം മനസ്സിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത്. നല്ലൊരു സംഗീതം കേൾക്കുന്നത് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സംഗീതം കേൾക്കാൻ സാധിക്കുന്നത്. സംഗീതം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ ഒരു പണിയായിട്ട് ചെയ്യരുത്. എന്ത് പണിയായാലും, എന്ത് ബുദ്ധിമുട്ട്, എഫർട്ടുള്ള പണിയായാലും അത് വളരെ സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ജീവിതത്തിൽ അത് ചെയ്യുക. അപ്പോഴൊക്കെ ഈ പറഞ്ഞ എഫക്റ്റ് മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ സന്തോഷം മുഖത്ത് ചിരിച്ചു കാട്ടിയ കാര്യമില്ല, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ദേഷ്യത്തോടെ ഇരുന്നാൽ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ അത് മതി മനസ്സിന്. അതാണ് നമ്മുടെ മനസ്സ്, എല്ലാം മനസ്സാണ്. പിന്നെ ഈ മനസ്സില് മരുന്ന് കഴിക്കണം, മനസ്സിന് മരുന്ന് കഴിക്കണം. ആ മരുന്ന് എന്താണെന്നറിയോ? നല്ലത് മാത്രം ചിന്തിക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. എല്ലാം നല്ലത്, നമ്മളുടെ ശത്രുക്കളുടെയും നന്മ, എല്ലാവർക്കും നന്മ മാത്രം നമ്മൾ ആശംസിച്ചുകൊണ്ടേയിരിക്കണം. അവർക്കെല്ലാം നല്ലത് വരണം, നമുക്ക് നല്ലത് തന്നെ വരും. ഇപ്പം അങ്ങനെ ഒരു വലിയ മരുന്നാണ് മിസ്റ്റർ ജോയ് ആലുക്കാസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇത്രയും വലിയൊരു ചാരിറ്റി ചെയ്യുമ്പോൾ അത് മനസ്സിന് കൊടുക്കുന്ന, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ ദൈവം കൊടുക്കുന്നുണ്ടായിരിക്കും അനുഗ്രഹം. പക്ഷെ അതിനേക്കാൾ പക്ഷെ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അങ്ങനെ അത് ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, വളരെ ചെറുതുരുക്കത്തിലൊരു പരിപാടി ഇങ്ങനെ അനൗൺസ് ചെയ്തു ക്യാൻസറിനെ കുറിച്ച്. ഞാൻ പറയണം, വെളി ലോകം അറിയണം. കാരണം നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നമ്മൾ തന്നെ വിളിച്ച് ഉച്ചഭാഷണിയിലൂടെ പറയണം, മറ്റുള്ളവരെ ധരിപ്പിക്കണം. എന്തിനാണെന്നറിയോ? നമുക്ക് പേര് കിട്ടാനല്ല, കയ്യടി വാങ്ങിക്കാനല്ല. നമുക്ക് നല്ല കാര്യം ചെയ്താൽ അത് ദൈവം തരും, അത് ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ട്, അത് ഇനി കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞാൽ, ഇദ്ദേഹത്തെ പോലെ എത്രയോ പേര് ഇത് സാധിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സ് വെക്കണം, അവർക്കെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയെങ്കിലും ഇത് പുറത്ത് പറഞ്ഞേ പറ്റൂ. അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും നമ്മൾ പറയണം, മറ്റുള്ളവർ പറയണം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മനസ്സിന്റെ ശക്തി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ഒരു അസുഖവും നമ്മൾക്ക് വരില്ല. ക്യാൻസർ ഒന്നുമില്ല, ഒരു അസുഖവും വരില്ല, ഞാൻ ഉറപ്പ് തരുന്നു. വന്നാൽ തന്നെ അത് വന്ന വഴിക്ക് തിരിച്ചു പോകും. അങ്ങനെ വളരെ മേജറായിട്ട് 2 അസുഖം എന്നെ വന്നിട്ട്
അധികം താമസിച്ചില്ല, വന്ന പാടെ തിരിച്ചുപോയി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ബെറ്റർ ടു അവോയ്ഡ്. വന്ന് ചികിത്സിക്കുന്നത്, വന്നാൽ പിന്നെ ചികിത്സിക്കാണ്ട് നിവൃത്തിയില്ല. പക്ഷെ ഇത് എത്ര പേർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വിജയിക്കുന്നത്. അപ്പം എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് മനസ്സിനെക്കുറിച്ച് പഠിക്കുക. അങ്ങനെ മനസ്സിലൂടെ നമ്മുടെ രോഗങ്ങൾ എങ്ങനെ മാറ്റാൻ പറ്റും, തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തിയോട് കൂടിയിട്ട് ഇത് പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത് മനസ്സിലായാൽ മനസ്സ് നന്നാവും. താങ്ക് യു എവരിവൺ. തൊട്ടു പുറത്തായി നമ്മളൊരു ചെറിയ ചടങ്ങ് കൂടി നടത്തുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, ഇവിടെ പറഞ്ഞു സ്ട്രെസ്, വിദ്വേഷം അല്ലെങ്കിൽ വിഷമങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ വെയിറ്റ് ഇല്ലാത്ത ബലൂണുകളാക്കി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പറത്തി മുകളിലേക്ക് വിടാൻ പോവുകയാണ്. സോ ദാറ്റ് വി കൻ സ്റ്റാൻഡ് റൂട്ടഡ് ഓൺ ദിസ് എർത്ത് ദാറ്റ് വി ഹാവ്. എല്ലാവരെയും ആ ഒരു ചടങ്ങിനായി പുറത്തേക്ക് ക്ഷണിക്കുന്നു. ചെയർമാൻ എടുത്തു പറഞ്ഞത് എല്ലാവർക്കും ഒരു ചായ സൽക്കാരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതും ആസ്വദിച്ച ശേഷമേ പോകാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടാണ്, വിശിഷ്ട വ്യക്തികളുടെ ബൈറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ വേദിയോട് ചേർന്ന് അത് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പരിപാടിക്കായി പോവാം. We request all the invitees, all the guests to gather outside for the balloon flying ceremony commemorating this special day of Joy Alucas Foundation. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. Have a great evening. Ready? 1, 2, 3.